ഹരേ കൃഷ്ണ. നമ്മൾക്ക് 14-ാം ദശകം 4-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ഇനി പഠിക്കേണ്ടത്. 3 വരെയുള്ള ശ്ലോകങ്ങൾ എല്ലാവരും ക്ലാസ്സുകൾ ഇതുവരെയുള്ളത് നന്നായി ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ടാവും. ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കണം. പുതിയ ക്ലാസ്സിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. നമുക്ക് 4-ാമത്തെ ശ്ലോകം ചൊല്ലി നോക്കാം. സ്തുവദേ പുളകാവൃതായ തസ്മൈ മനുപുത്രീം ദയിതാം നവാഭിപുത്രീഃ കപിലം ച സുതം സ്വമേവ പശ്ചാത് സ്വഗതിം ചാപ്യനുഗൃഹ്യ നിർഗതോ ഭൂഃ. പദച്ഛേദം നോക്കുമ്പോൾ സ്തുവദേ പുളക ആവൃതായ, പുളകം കൊണ്ട് ചുറ്റപ്പെട്ട എന്നർത്ഥം. അപ്പോൾ പുളകാവൃതായ ഒന്നിച്ച് തസ്മൈ മനുപുത്രീം ദയിതാം നവാഭിപുത്രീഃ കപിലം ച സുതം സ്വം ഏവ പശ്ചാത് സ്വഗതിം ച അഭി അനുഗൃഹ്യ ചാപ്യനുഗൃഹ്യ നിർഗത അഭൂഹു. അത്രയും പദങ്ങൾ. പുളകാവൃതായ എന്ന് പറഞ്ഞാൽ രോമാഞ്ചം കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടവനായി ആ കർദമ പ്രജാപതി അവിടെ ഭഗവാൻ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ. അതുകൊണ്ട് എന്നിട്ട് സ്തുവദേ സ്തുതിക്കുന്നവനായി കർദമൻ ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ തസ്മൈ ആ കർദമ അവനായിക്കൊണ്ട് അദ്ദേഹത്തിനായിക്കൊണ്ട്, അതായത് കർദമനായിക്കൊണ്ട് ദയിതാം മനുപുത്രീം ഭഗവാൻ വരം കൊടുക്കാണ്. മനുപുത്രിയായ ഭാര്യയെ നിനക്ക് ഭാര്യയായി കിട്ടും. അതിൽ നിനക്ക് നവപുത്രി അഭി 9 പുത്രിമാരുണ്ടാവും. സ്വം ഏവ അങ്ങനെ 9 പുത്രിമാർക്ക് ശേഷം താൻ തന്നെയാകുന്ന കപിലം സുതം, പേരുകൂടി പറയുന്നുണ്ട്. കപിലൻ എന്ന പേരിൽ ഒരു പുത്രനെയും തരും. എന്നിട്ട് പശ്ചാത് ഒടുവിൽ അതിനുശേഷം പുത്രൻ ഉണ്ടായിക്കഴിഞ്ഞാൽ നീ സുഗതിം ച നിന്റെ ഗതിയെയും സായുജ്യമോക്ഷത്തെയും കിട്ടും നിനക്ക് എന്ന് അനുഗ്രഹിച്ചിട്ട് നിർഗതാഭൂ ഭഗവാൻ അപ്രത്യക്ഷനായി. അതായത് സൃഷ്ടിക്കുള്ള ശക്തി ലഭിക്കാനാണ് കർദമൻ തപസ് ചെയ്തത്. പിതാവിൻ്റെ ആജ്ഞപ്രകാരം സൃഷ്ടിക്ക് ചെയ്യാൻ വേണ്ടിയാണ് തപസ് ചെയ്തത്. അപ്പോൾ അതിന് ആ സൃഷ്ടിക്ക് വേണ്ടി ഒരു ആഗ്രഹത്തോടു കൂടി തപസ് ചെയ്തപ്പോൾ ധ്യാനിച്ച ആ ഭഗവാന്റെ രൂപം അതിസുന്ദരമായിട്ടുള്ള രൂപത്തിലാണ് ധ്യാനിച്ചത്. അപ്പോൾ അതേപോലെ തന്നെയാണ് ദർശനം ലഭിച്ചത്. അങ്ങനെ ഭഗവാൻ അനുഗ്രഹിക്കുകയാണ്. മനുവിൻ്റെ പുത്രിയായ ദേവഹൂതിയെ ഭാര്യയായി ലഭിക്കും. അതിലെ സന്താനങ്ങൾ 9 പെൺകുട്ടികൾ. ഒടുവിൽ ഞാൻ തന്നെ 10ാമത് ഒരു പുത്രൻ കപിലൻ എന്ന പേരിൽ ഉണ്ടാകും എന്ന് അതുകൂടി അനുഗ്രഹിക്കും. എന്നിട്ടും ഭഗവാന്റെ കാരുണ്യം തീർന്നില്ല. അതിനുശേഷം അവിടേക്ക് എന്നോടുകൂടിയുള്ള സായുജ്യം കൂടി അനുഗ്രഹമായി നൽകിയിട്ടാണ് ഭഗവാൻ വൈകുണ്ഠത്തിലേക്ക് മടങ്ങിയത്. അപ്പോൾ ഭഗവാന്റെ പ്രസാദമുണ്ടായാൽ ലൗകിക സുഖവും വിജയവും അവസാനം മോക്ഷവും ഉറപ്പാണ് എന്നാണ് നമ്മൾക്ക് ഈ കഥയിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. ഭഗവാൻ തന്നെ പുത്രനായി അവതരിക്കുമെന്ന അനുഗ്രഹം അത് ലോക സംഗ്രഹത്തിനും കൂടി ഉദ്ദേശിച്ചാണ്. ജനിക്കുമ്പോഴുള്ള പേരും കൂടിയും ഭഗവാൻ പറഞ്ഞു എന്നർത്ഥം. അതും കൂടി എന്താണ് പ്രവൃത്തി എന്നും കൂടി മുൻകൂട്ടി നിശ്ചയിച്ചിട്ടാണ് ഭഗവാന്റെ ലീലകൾ എന്ന്. അടുത്തത് 5-ാമത്തെ ശ്ലോകം നമുക്ക് ചൊല്ലാം. സമനു ശതരൂപയാ മഹിഷ്യാ ഗുണവത്യാ സുദയാ ച ദേവഹൂത്യാ ഭവദീരിത നാരദോപദിഷ്ടഃ സമഗാത് കർദമമാഗതി പ്രതീക്ഷം. പദച്ഛേദം അധികമില്ല അതിൽ. സ മനുഃ ശതരൂപയാ മഹിഷ്യാ ഗുണവത്യാ സുദയാ ച ദേവഹൂത്യാ ഭവദ് ഈരിത നാരദ ഉപദിഷ്ടഃ. അതാണ് അവിടെ പിരിക്കേണ്ടത്. ഭവദ് ധീരിതയല്ല, ഈരിത. ഈരിത പറഞ്ഞാൽ പറയപ്പെട്ട എന്നർത്ഥം. ഭവദീരിത നാരദ ഉപദിഷ്ടഃ സമഗാത് കർദമം ആഗതി പ്രതീക്ഷ. അതായത് ഭഗവാൻ തന്നെ അനുഗ്രഹിച്ചിട്ട് വരം കൊടുത്തിട്ടുണ്ട്. ദേവഹൂതി ഭാര്യയായിട്ട് വരുന്നു. അപ്പോൾ ആ മനുവിനോട് നാരദൻ തന്നെ പോയി പറയണം. അതാണ് ഭവദീരിത നാരദോപദിഷ്ട. നിന്തിരി വഴിയിട്ട് ഭഗവാനാൽ പ്രേരിതനായിട്ട് ആ നാരദ മഹർഷി ഉപദേശിക്കുകയാണ് ആ മനുവിനെ പോയിട്ട്. ആ ഉപദേശിക്കപ്പെട്ട സമനുഹു ആ സ്വയംഭൂ മനു ശതരൂപയാ മഹിഷ്യ. അറിയാം, സ്വയംഭൂവിൻ്റെ ഭാര്യ ശതരൂപ. ആ മഹിഷ്യ പറഞ്ഞ ഭാര്യയോടുകൂടി ഗുണവത്യാ ദേവഹൂത്യാ സുതയാച
അതിഗുണവതിയായ ദേവഹൂതി എന്ന മകളോടുകൂടി അഗതി പ്രതീക്ഷം, ആഗതി പ്രതീക്ഷം പറഞ്ഞാൽ വരവിനെ പ്രതീക്ഷിച്ചിരിക്കുന്ന കർദമനെ സമകാത് പ്രാപിച്ചു. അതായത് കർദമന് വരം കൊടുത്തിട്ടുണ്ട്, കർദമ മഹർഷിക്ക് അറിയാൻ വരുമെന്ന്. അപ്പോൾ ആ പ്രതീക്ഷയോടുകൂടി ഇരിക്കുന്ന ആ കർദമൻ്റെ മുന്നിൽ പ്രാപിച്ചു ഇവർ പുത്രിയെയും കൊണ്ട്. ഈശ്വര ഇച്ഛ അത് തടസ്സമില്ലാണ്ട് നടക്കണമല്ലോ. അപ്പോൾ കർദമൻ പ്രതീക്ഷ പോലെ സ്വയംഭൂമനു ഭാര്യയെയും കൂട്ടി പുത്രിയെയും കൂട്ടി കർദമൻ്റെ അടുക്കലെത്തി. ഭഗവാന്റെ പ്രേരണ കൊണ്ട് ഭഗവാൻ നാരദനെ പ്രേരിപ്പിക്കുകയാണ് അതിനു വേണ്ടി പറയാൻ. അങ്ങനെ ദേവഹൂതിയെ കർദമന് കൊടുക്കാൻ വേണ്ടി അവർ വരികയാണ്. ആറാമത്തെ, മനുനോപഹൃതാം ച ദേവഹൂതിം തരുണീരത്നമവാപ്യ കർദമോസോ ഭവദർച്ചന നിർവൃതോപി തസ്യാം ദൃഢശുശ്രൂഷണയാ ദധൗ പ്രസാദം. ഹരേ കൃഷ്ണ. മനുന ഉപഹൃതാം ച ദേവഹൂതിം തരുണീ രത്നം അവാപ്യ കർദമ പ്ലസ് അസു ഭവദ് അർച്ചന നിർവൃത അഭി. അപ്പം ഭവദർച്ചന നിർവൃതോപി തസ്യാം ദൃഢശുശ്രൂഷണയാ ദധൗ പ്രസാദം. അസോ കർദമ, അതാണ് കർദമോസോ. അസോ കർദമ പറഞ്ഞാൽ ആ കർദമ മഹർഷി മനുന ഉപഹൃത, മനു സ്വയംഭൂമനുവിനാൽ കൊണ്ടുവരപ്പെട്ട ഉപഹൃതയായ ദേവഹൂതിയും തരുണീരത്നം, ദേവഹൂതി എന്ന തരുണീരത്നത്തെ അവാപ്യച്ച സ്വീകരിച്ചിട്ട് ഭവദർശന നിർവ്രതോപി, അവർ പുത്രിയെ കൊടുത്ത് അവർ തിരിച്ചു പോയി. പക്ഷേ ഇവിടെ അദ്ദേഹം എന്ത് ചെയ്തു? കർദമ മഹർഷി ഭഗവാനെ പൂജിക്കുന്നതിനും ഭഗവാനെ ഭജിക്കുന്നതിനും നിർവൃതി കൊണ്ടിട്ട് അതെല്ലാം ആ നിർവൃതി അനുഭവിക്കുന്നവനാണെങ്കിലും അതിലെ തന്നെ കുറേ കാലം ഭഗവാനെ ഭജിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. പക്ഷേ ദേവഹൂതിക്ക് യാതൊരു പരാതി ഉണ്ടായില്ല. എന്താണ് ഭർത്താവിന് വേണ്ടത് അത് ചെയ്തു കൊടുത്തുകൊണ്ട് വളരെ ക്ഷമയോടെ ഭർത്താവിനെ ശുശ്രൂഷിച്ചു. അതാണ് ദൃഢശുശ്രൂഷണ കൊണ്ട് ഉറപ്പിച്ച് ഭർത്താവിനെ ശുശ്രൂഷിക്കുന്നതിന് ഉറപ്പിച്ചുകൊണ്ട് ഇരുന്ന തസ്യാം അവളിൽ പ്രസാദം ദതു, ഒടുവിൽ ആ മഹർഷിയുടെ പ്രീതി ഉണ്ടാവുകയാണ്. അതായത് വളരെ സ്വയംഭൂമനു വളരെ ബഹുമാന ആദരങ്ങളോടെയാണ് മകളെ കൊണ്ട് കർദമനെ കൊടുക്കുന്നത്. അപ്പോൾ ഭഗവാന്റെ പ്രേരണയാണ് അതിന് കാരണം. ദേവഹൂതി എന്ന ആ മകള് സ്ത്രീകളിൽ രത്നമാണ് എന്നാണ് പറയുക. കർദമൻ്റെ ഭാഗ്യവുമാണ്. കർദമൻ ആണെങ്കിലോ സുഖലോലുപനല്ല, ഭഗവാനെ അർച്ചിക്കുന്നതിലാണ് കർദമന് നിർവൃതി. അങ്ങനെ ഒരാൾക്ക് സ്ത്രീയുടെ ഈ പരിചര്യയിലും ശുശ്രൂഷയിലൊന്നും വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല എന്നാണ് പറയണത്. എങ്കിലും ദേവഹൂതി ഭർത്താവിൻ്റെ ശുശ്രൂഷ ദൃഢവ്രതമായി സ്വീകരിച്ച് ആ തരുണീരക്തമായ ദേവഹൂതിയുടെ അചഞ്ചലമായ പത്നീധർമ്മം കണ്ടിട്ട് ഈശ്വരാരാധനയല്ലാതെ മറ്റൊന്നിലും ഇഷ്ടമില്ലാത്തവനാണെങ്കിലും കർദമന് അവളിൽ പ്രസാദമുണ്ടായി. അത് കാരണം എന്താണ്? ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് അവളിൽ 9 പുത്രിമാരുണ്ടാവും, അവസാനം ഭഗവാൻ തന്നെ ഒരു പുത്രനായി ജനിക്കും. അപ്പോൾ അതെല്ലാം നടക്കണമല്ലോ. അപ്പോൾ ആ അവളിൽ അവസാനം അവൾക്കും ആ ഒരു വ്രതം പോലെ ഉണ്ടാകണം. അങ്ങനെയുള്ള പുത്രന്മാരും നല്ല പുത്രന്മാരും ജനിക്കുന്നതിനും അതിനു വേണ്ടിയിട്ടായിരിക്കാം. അപ്പോൾ അത് അവസാനം അവളിൽ പ്രീതി ഉണ്ടാവുകയാണ് കർദമ മഹർഷിക്ക്. ഹരേ കൃഷ്ണ.